വാവ റോഡിൽ നിന്നേ കണ്ടു വഴി സൈഡ് ചേർത്ത് ഒതുക്കിയിട്ടിരിക്കുന്ന പോലീസ് ജീപ്പ്. അവൾ നടപ്പിന് വേഗത കൂട്ടി. ചേച്ചിയും വേദവും അവരെ ഓർത്ത് ഓടി കല്ലുകെട്ടിന് മുകളിൽ കയറി. മുറ്റവും കടന്ന് ഓടി പൂമുഖത്തേക്ക് കയറി. വാതുക്കൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ 2 പോലീസുകാരും ചേച്ചിയും കുറച്ചു മാറി സുധാമയും നിൽപ്പുണ്ട്. എന്താ? ഭയന്ന് നിൽക്കുന്ന ചേച്ചിക്കരികിൽ ചെന്ന് ബാഗ് താഴ്ത്തി വെച്ച് വാവ നിന്നു. പോലീസുകാരുടെ മുഖത്തേക്ക് നോക്കി. ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നേരത്തെ ഇറങ്ങി. വേദുവിൻ്റെ അവസ്ഥ തന്നെ കാരണം. അത് നന്നായി എന്നവൾ ഓർത്തു. മുൻപ് സ്റ്റേഷനിൽ വെച്ച് കണ്ടിട്ടില്ലാത്ത 2 പോലീസുകാർ. താനാണോ വൈഷ്ണവി? അതെ സാർ. മഹേഷിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു എൻക്വയറിക്ക് വന്നതാ. മഹേഷിന്റെ അനിയനെ വീട്ടിൽ കയറി തല്ലിയത് ഇയാളല്ലേ? വാവ മറുപടിയൊന്നും പറഞ്ഞില്ല. മഹേഷുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു മാനസിക രോഗിയായിരുന്നു. ചേച്ചിയെ ഒരുപാട് ഉപദ്രവിക്കും. ലാസ്റ്റ് സഹി കെട്ട ആ ബന്ധം ഉപേക്ഷിച്ച് വന്നത് തന്നെ. പിന്നെ മനു, അവൻ എൻ്റെ ന്യൂഡ് വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അടിച്ചത്. മഹേഷുമായി മറ്റൊരു പ്രശ്നവുമില്ല സാർ. സുധാമ ഞെട്ടലോടെ നെഞ്ചിൽ കൈവയ്ക്കുന്നത് കണ്ട് വാവ അവരെ ഒന്ന് നോക്കി മുഖം വെട്ടിച്ചു. ഇങ്ങോട്ട് പോന്നതിൽ പിന്നെ മഹേഷ് നിങ്ങളെ തിരക്കി വന്നിട്ടേയില്ലേ? 2ാമത്തെ പോലീസുകാരൻ വൈകിയെ നോക്കി ചോദിച്ചു. ഇല്ല സാർ. ഫോൺ കോളോ മറ്റോ? ഇല്ല സാർ. മഹേഷ് വിളിക്കുകയോ മറ്റോ ചെയ്താൽ സ്റ്റേഷനിൽ വിളിച്ചറിയിക്കണം. ഇതിൽ ഫോൺ നമ്പറുണ്ട്. ഒരു പോലീസുകാരൻ ഒരു കാർഡ് എടുത്ത് വാവയുടെ മുന്നിലേക്ക് നീട്ടി. ശരി സാർ. കൈ നീട്ടി വാങ്ങി വെറുതെ അതൊന്ന് വാവ നോക്കി. പോലീസുകാർ ഇറങ്ങിപ്പോയപ്പോൾ വാവ വൈകിയുടെ കൈ പിടിച്ച് റൂമിലേക്ക് കയറി. നീയൊക്കെ കൂടെ അവനെ കൊന്നോ? 3 കൂടെ ഏത് നേരം ഇതിനുള്ളിൽ അടച്ചു പൂട്ടിയിരുന്ന എന്തോ വലിയ ചർച്ചയല്ലേ? അതൊക്കെ ആ പോലീസുകാരോട് പറയാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. വാതിൽ കടന്നകത്തേക്ക് കയറി വന്നു നിന്നാണ് സുധാമ പേടിപ്പിക്കുന്നത്. നിങ്ങൾ ആരെയാ പേടിപ്പിക്കുന്നത്? നിങ്ങൾ പോയി പോലീസിനെയോ പട്ടാളത്തെയോ ആരെയാണെന്ന് വെച്ചാൽ വിളിച്ചോണ്ട് വാ. ഈ വീടും പറമ്പും എൻ്റെ അമ്മയുടെ മാത്രം പേരിലാണെന്ന് എനിക്ക് അറിയാമെന്നും കൂടെ നിങ്ങൾ ഓർക്കുന്നത് നല്ലതാ. മര്യാദയ്ക്ക് നിന്നാൽ ഇവിടെ കഴിഞ്ഞുകൂടി പോകാം. ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് കടുകയൊന്നും ചെയ്യിക്കരുത്. കണ്ണും മിഴിച്ച് ഞെട്ടലോടെ നിൽക്കുന്ന സുധാമയ്ക്ക് ചുറ്റും വലം വെച്ചുകൊണ്ട് വാവ പറഞ്ഞു. വാവ പിടിച്ച് പുറത്താക്കുമോ എന്ന് ഭയന്ന് ഒന്നും മിണ്ടാതെ അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. പുറത്തിറങ്ങി ഓടിച്ചെന്നവർ അലമാര തുറന്ന് വീടിന്റെ പ്രമാണം തിരഞ്ഞു. വാവയെങ്ങാനും അടിച്ചു മാറ്റി കാണുമോ എന്നൊരു ഭയം. അലമാരയിൽ ഒരു കവറിനുള്ളിൽ നിന്നവരത് പുറത്തെടുത്ത് നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ച നിമിഷം പിന്നിൽ നിന്നാരോ അത് തട്ടിപ്പറിച്ചു. ഞെട്ടലോടെ തിരിഞ്ഞ സുധാമ വാവയുടെ കയ്യിലിരിക്കുന്ന പ്രമാണത്തിലേക്ക് പകച്ചു നോക്കി. അവളുടെ കയ്യിൽ നിന്നത് പിടിച്ചു വാങ്ങാൻ നോക്കി. വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതാ. എന്തായാലും കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടു. ഇത്രയും നാൾ അമ്മായി ഇത് ഭദ്രമായി സൂക്ഷിച്ചില്ലേ? ഇനി ഞാൻ ഭദ്രമായി സൂക്ഷിച്ചോളാം. ഡീ, മര്യാദയ്ക്ക് അതിങ്ങതാ. സൗകര്യമില്ല. നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്ക്. പ്രമാണവും കൊണ്ട് വാവ റൂമിൽ കയറി ഡോറടച്ചു. ഈ സമയത്ത് എന്തിനാ വാവ അവരോട് വഴക്കിന് നിൽക്കുന്നത്? സുധാമ ഡോറിൽ തട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു സംശയം ഉണ്ടായിരുന്നു, അതാ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഈ സമയത്ത് അവരെ നിലയ്ക്ക് നിർത്താൻ ഒരു പിടി നമുക്ക് ആവശ്യമാ ചേച്ചി. വേദുവിൻ്റെ കാര്യം വല്ലതും അവർ അറിഞ്ഞാൽ അവരുടെ വായ മൂടിക്കെട്ടണ്ടേ? വാവ അലമാര തുറന്ന് അകത്തെ കള്ളിയിൽ വെച്ച് പൂട്ടി. താക്കോലും ബെഡിനടിയിൽ ഒളിപ്പിച്ചു. സുധാമ്മ അപ്പോൾ തന്നെ മോഹനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ വേദുവിൻ്റെ കാര്യം മോള് പറഞ്ഞതുപോലെ പറ്റില്ലേ? എല്ലാവരും അറിയുമോ? വൈകി ആദ്യോടെ ചോദിച്ചു. ചേച്ചി, അതൊക്കെ റിസ്ക്കാ. നമുക്കൊരു ഡോക്ടറെ കാണാം. അപ്പോൾ എല്ലാവരും അറിയില്ലേ? വൈകി ഇപ്പോൾ കരയുമെന്നായിട്ടുണ്ട്. ചേച്ചി, എബിസാറിൻ്റെ ബ്രദർ ഗൈനക്കോളജിസ്റ്റാ. DNC ചെയ്യണമായിരിക്കും. ചിലപ്പോൾ വേണ്ടായിരിക്കും. അല്ലാതെ തന്നെ ആരും അറിയാതെ ചെയ്തു തരാമെന്നാ പറഞ്ഞത്. എബിസാർ ബ്രദറിനോട് സംസാരിച്ചിട്ട് പോലും ഇല്ല എന്ന സത്യം പറഞ്ഞ് വൈകിയെ ടെൻഷനാക്കാൻ വാവയ്ക്കും തോന്നിയില്ല. അപ്പോൾ നിന്റെ സാർ അറിഞ്ഞോ? ചേച്ചി, അത് ഞാൻ ടാബ്ലറ്റ് വാങ്ങുന്നത് കണ്ടു. അത് നന്നായില്ലേ ചേച്ചി? അല്ലേ വേദുവിന് നമ്മൾ ആ ടാബ്ലറ്റ് കൊടുക്കില്ലേ? എന്തേലും പ്രശ്നമായിരുന്നെങ്കിലോ? അപ്പോഴത്തെ ടെൻഷനിൽ നമ്മൾ മുന്നും പിന്നും ചിന്തിച്ചില്ല. എന്നാലും വാവേ, എനിക്കെന്തോ വല്ലാത്തൊരു പേടി പോലെ. എന്തായാലും ഈ പ്രശ്നത്തെ നമ്മൾ തരണം ചെയ്യുക തന്നെ വേണം. ചിലപ്പോൾ എല്ലാവരും അറിയും, നാണം കെടും.
എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം. വൈകിയുടെ കണ്ണുകൾ ഭയം കാരണം നിറഞ്ഞു. വേദു എവിടെ? കുളിക്കുക. വേദുവിനോട് ഇങ്ങനെയൊന്നും പറയണ്ട. ഞാൻ ചേച്ചിയെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. ബെഡിലേക്കിരുന്ന വൈകിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് തോളിലേക്ക് തല ചായച്ച് വാവയും ഇരുന്നു. എബി അലക്സിനരികിൽ പറയാനുള്ളതിനെക്കുറിച്ച് മനസ്സിലൊരു തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. പക്ഷെ ഇന്നുവരെ ഇച്ചായൻ അരികിൽ ചെന്ന് നിൽക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. കുഞ്ഞുനാളിൽ എത്രയോ തവണ താനും ഏഞ്ചലും പിന്നാലെ ചെന്നിരിക്കുന്നു. ഇച്ചായൻ മൈൻഡ് ചെയ്യാതെ പോകും. ഈ വീട്ടിൽ ഇച്ചായൻ്റെ റൂം മാത്രമാണ് ഇച്ചായൻ്റെ ലോകം. പക്ഷേ ആ മനസ്സിൽ തനിക്കും ഏഞ്ചലിനും ഒരു സ്ഥാനമുണ്ടെന്നറിയാം. ഫുഡും കൊണ്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങിയ അമ്മച്ചിയുടെ കയ്യിൽ നിന്നും എബി ഫുഡ് വാങ്ങി. ഇങ്ങ് താമച്ചി, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അവൻ അവിടെ ഉണ്ടെബി, എല്ലാം കൂടെ വലിച്ചെറിയും. അമ്മച്ചി കൊണ്ടു ചെന്നാലും അതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്. ഞാൻ കൊണ്ടു കൊടുത്താൽ എറിയുമോന്നൊന്ന് നോക്കാം. നേരത്തെ എബിയും ഏഞ്ചലും ഭക്ഷണം കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുമെങ്കിലും അമ്മച്ചി സമ്മതിക്കില്ല. വെറുതെ എന്തിനാ ഇതുങ്ങളെ കൂടെ വിഷമിപ്പിക്കാൻ. ഇന്ന് അബി നിർബന്ധിച്ച് വാങ്ങിക്കൊണ്ടുപോയി. ഇതുങ്ങളുടെ മനസ്സുപോലും അവൻ കാണുന്നില്ലല്ലോ കർത്താവേ. എല്ലാം ശരിയാകും അമ്മച്ചി. ഇച്ചായൻ നമ്മളോടൊപ്പം സ്നേഹത്തോടെ കഴിയും. അന്നമ്മച്ചിയുടെ തോളിലൂടെ കൈയിട്ട് ഏഞ്ചൽ പറഞ്ഞു. എബി അലക്സിന്റെ റൂമിന് മുന്നിൽ ചെന്ന് ദീർഘമായൊന്ന് നിശ്വസിച്ചു. ഡ്രേ ഒരു കൈയിൽ പിടിച്ച് ഒരു കൈ കൊണ്ട് ഡോറിന്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു. ദേഷ്യത്തോടെ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ അലക്സ് പ്രതീക്ഷിക്കാതെ എബിയെ കണ്ട അസ്വസ്ഥതയോടെ തിരികെ ബെഡിൽ തന്നെ ഇരുന്നു. ഡോർ ലോക്ക് ചെയ്യാറില്ല. അമ്മച്ചിയോടുള്ള ദേഷ്യം ഇങ്ങനെയാലും തീർക്കണം. അവർ കയറി വരുമ്പോൾ ദേഷ്യം കാണിക്കണം. എബി ഹുഡ് ടേബിളിൽ വെച്ചു. അലക്സ് ഫോൺ ബെഡിലേക്കിട്ട് കബോർഡ് തുറന്ന് ടവലെടുത്ത് വാഷ്റൂമിലേക്ക് കയറി. തന്നെ ഒഴിവാക്കാനുള്ള പോക്കാണെന്ന് എബിക്ക് മനസ്സിലായി. കുളി കഴിഞ്ഞു വരുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുന്നവനെ കണ്ട് മുഖമൊന്ന് ചുളിച്ചുകൊണ്ട് കബോർഡിൽ നിന്നും മാറ്റി കൊടുക്കാനുള്ള ഡ്രസ്സ് എടുത്തു. അലക്സ് എബി എന്നൊരാൾ അവിടെ നിൽക്കുന്നു എന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ നിന്നാൽ താനിവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് എബിക്ക് തോന്നി. ഇച്ചായ? ഒരു ഷോർട്ട്സും ബ്ലാക്ക് ഇന്നർ ബനിയനും ധരിച്ചവൻ ബെഡിലേക്ക് പോയിരുന്നു. പില്ലോ എടുത്ത് ഹെഡ് ബോർഡിലേക്ക് ചാരി കണ്ണുകളടച്ചു. ഇച്ചായ? കണ്ണുകളടച്ച് തന്നെ അവൻ മൂളിക്കെട്ടു. ഫുഡ്? എന്താ കാര്യമെന്ന് വെച്ചാ പറയബി. വളച്ചുകെട്ടൊന്നുമില്ലാതെ അലക്സ് കണ്ണുകൾ തുറക്കാതെ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. എബിയുടെ മുഖം വിളറി. ഇച്ചായ, എനിക്കൊരു ഹെൽപ്പ്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സിസ്റ്ററുടെ ആവശ്യത്തിനാ. എബി അല്പം മടിയോടെ പറഞ്ഞു. കൂടുതൽ വളച്ചു കെട്ടാതെ പറയബി. ഷീസ് പ്രഗ്നന്റ് ടു ഹാവ് ആൻ അബോർഷൻ. എബി ശബ്ദം താഴ്ത്തി പറഞ്ഞു. വൈ ടെൽ മീ ദാറ്റ്? അലക്സ് ഗൗരവത്തിൽ ചോദിച്ചു. പ്ലീസ്. ഹൗ ഓൾഡ് ഈസ് ഷീ? അലക്സ് ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു. അപ്പോഴും എബിയെ നോക്കുന്നില്ല. 17. വാട്ട്? എബിയുടെ കുനിഞ്ഞ മുഖത്തേക്ക് അവൻ നോക്കി. ഇസ് ഇറ്റ് റേപ്പ്? ഏയ് നോ, അല്ലിച്ചായ. പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നവരാ. കുറച്ച് കഷ്ടമാണ് ഇച്ചായ അവരുടെ കാര്യം. ആരേലും അറിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ. എങ്കിൽ അതാവും നല്ലത്. അലക്സ് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. പിന്നാലെ എബിയും ചെന്നു. ഇച്ചായ, ടാബ്ലറ്റ് ഒക്കെ കഴിച്ചാൽ റിസ്ക് അല്ലേ? ഒന്ന് സഹായിക്കോ ഇച്ചായ? ഞാൻ ഇച്ചായ സഹായിക്കുമെന്ന് പറഞ്ഞുപോയി. ആരോട്? അത് ഇച്ചായ. എബി തല കുനിച്ചു. നാളെ വരാൻ പറ. ഒരു സിഗരറ്റ് എടുത്തവൻ ചുണ്ടിലേക്ക് ചേർത്തു. സന്തോഷം കൊണ്ട് എബി കൗച്ചിൽ കിടന്ന ലൈറ്റർ എടുത്ത് അലക്സിന്റെ ചുണ്ടിലിരുന്ന സിഗരറ്റ് കത്തിച്ചു. അവിടെ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ല. ഇച്ചായ, ഹോസ്പിറ്റലിൽ വന്നാൽ എല്ലാവരും അറിയില്ലേ? താഴെ വന്നാൽ മതി. ഒരു പഫ് എടുത്ത് പുറത്തേക്കൂതി മറ്റെവിടെയോ നോക്കി പറഞ്ഞവൻ. ഹോസ്പിറ്റലിൽ ചെന്നാൽ ഉറപ്പായും എല്ലാവരും അറിയും. വീടിനോട് ചേർന്ന് താഴെ ഒരു കൺസൾട്ടിംഗ് റൂമുണ്ട്. വിവാഹത്തിന് ശേഷം അതും അടച്ചു പൂട്ടിയതാണ്. അല്പനേരം അവൻ ഇച്ചായനൊപ്പം നിന്നു, പരസ്പരം സംസാരിക്കാതെ. പോകുമ്പോൾ ആ ഫുഡും കൂടി എടുത്തോണ്ട് പോയിക്കോ. തിരിഞ്ഞു നടക്കുമ്പോൾ അലക്സ് ഓർമ്മിപ്പിച്ചു.
ഇച്ചായ. അലക്സിന്റെ കൂർത്ത നോട്ടം കണ്ടപ്പോൾ എബി പരിഭ്രമത്തോടെ റൂമിലേക്ക് കടന്നു. ഫുഡും എടുത്ത് പുറത്തേക്കിറങ്ങി. തിരികെ ഫുഡും കൊണ്ട് ഇറങ്ങി വരുന്ന എബിയെ കണ്ടോണ്ട് മുകളിലേക്ക് തന്നെ നോക്കിയിരുന്ന അന്നമ്മച്ചി എഴുന്നേറ്റ് വേഗം അവൻ അരികിലേക്ക് ചെന്നു. അവൻ എന്നാ പറഞ്ഞു? ഇന്നെടുത്തെറിഞ്ഞില്ലല്ലോ എന്നൊരു സമാധാനവും അമ്മച്ചിയുടെ മുഖത്തുണ്ട്. ഇച്ചായന് വേണ്ടെന്ന്. നിന്നോട് മിണ്ടിയോ? എന്നതാ അവൻ ഇത്രയും നേരം നിന്നോട് സംസാരിച്ചത്? ഒന്നും സംസാരിച്ചില്ല അമ്മച്ചി, വെറുതെ ഞാൻ അവിടെ നിന്നതാ. കയ്യിലിരുന്ന ട്രേ എബി ഡൈനിങ് ടേബിളിന്റെ പുറത്ത് വെച്ചു. ആര് കൊടുത്താലും അവൻ കഴിക്കുകയല്ല, അമ്മച്ചി ഉണ്ടാക്കിയതല്ലേ. അന്നമ്മച്ചി മൂക്ക് വലിച്ചു. എൻ്റെ അമ്മച്ചി, ഇനി കരഞ്ഞും പിഴിഞ്ഞും ഓരോ ദീനം വരുത്തി വെക്കണ്ട. എന്നതാ എൻ്റെ അന്നമ്മ ഇത്? അവന് കുറച്ച് സമയം കൊടുക്കാൻ പറഞ്ഞതല്ലയോ? അവിടേക്ക് വന്ന അപ്പൻ ചോദിച്ചുകൊണ്ട് സെറ്റിയിലേക്കിരുന്നു. അത് പറഞ്ഞാൽ അമ്മച്ചിക്ക് മനസ്സിലാകുകയല്ലപ്പാ. സാമുവലിനരികിൽ സെറ്റിയിലേക്ക് എബിയും ഇരുന്നു. ഏഞ്ചൽ അപ്പച്ചനരികിലിരുന്ന് നോട്ട് എഴുതുന്നുണ്ട്. എന്നും ഈ കരച്ചിലും പിഴിച്ചിലും സമാധാനിപ്പിക്കലും ഒക്കെ ഉള്ളത് കൊണ്ട് അവളതൊന്നും കാര്യമാക്കിയില്ല. ഇനിയും ഞാൻ എന്നാ ഓർത്താ സമാധാനിക്കേണ്ടത്? എന്നെ അങ്ങ് പള്ളിപ്പറമ്പിലേക്ക് എടുത്താലും അവൻ നന്നാകുകയല്ല. ശോ, പോട്ടെൻ്റെ അന്നമ്മേ, അപ്പൻ പറഞ്ഞു. എബി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ഫോണെടുത്ത് വാവയുടെ നമ്പർ ഡയൽ ചെയ്തു. ബ്ലോക്ക് നീക്കിയിട്ടുണ്ടെന്നോർക്കെ അവൻ്റെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. ആദ്യത്തെ റിങ്ങിൽ തന്നെ വാവ കോളെടുത്തപ്പോൾ എബിക്ക് അതിശയം തോന്നി. ഹലോ സാർ, എൻ്റെ കോളിനായി വെയിറ്റ് ചെയ്യുകയായിരുന്നോ? അവളിൽ നിന്നും അതേ എന്നൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് എബി ചോദിച്ചു. സാറിൻ്റെ ബ്രദർ സമ്മതിച്ചോ? എബിയുടെ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അല്ലേലും തനിക്കറിയേണ്ടതും അതുതന്നെയാണ്. ഇതല്ലേ മറ്റൊരു വഴി തേടേണ്ടിയിരിക്കുന്നു. പിന്നിൽ അക്ഷമയോടെ നിൽക്കുന്ന ഇരുവരെയും നോക്കി വാവ ജനാലയ്ക്കരികിലേക്ക് നീങ്ങി നിന്നു. സമ്മതിച്ചു. ശരിക്കും സമ്മതിച്ചോ സാർ? അപ്പോഴും വിശ്വാസമില്ല അവൾക്ക്. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. വാവയുടെ സംസാരത്തിൽ നിന്നും കാര്യം നടക്കുമെന്ന് മനസ്സിലായപ്പോൾ വൈക നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ചു. വേദുവിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. നാളെ ഞാൻ വരാം. ഹോസ്പിറ്റലിൽ പോകണ്ടെന്നാ ഇച്ചായൻ പറഞ്ഞത്. പിന്നെ ഇവിടെ ഇച്ചായൻ നേരത്തെ പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്തിരുന്നു. ഇവിടെ നോക്കാമെന്നാ പറഞ്ഞത്. അപ്പോൾ സാറിൻ്റെ വീട്ടിലുള്ളവർ കാണില്ലേ? അത് നോക്കിയിട്ട് ഞാൻ വിളിക്കാം. ശരി സാർ. ഹോ, ആ കാര്യത്തിൽ സമാധാനമായി. ആശ്വാസത്തോടെ വാവ കട്ടിലിലേക്കിരുന്നു. വൈകി എന്തോ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പുറത്ത് അമ്മാവൻ്റെ ശബ്ദം ഒപ്പം ഡോറിൽ മുട്ടുന്നതും കേട്ടപ്പോൾ വൈകിയുടെ മുഖത്തേക്കൊന്ന് നോക്കി വാവ എഴുന്നേറ്റ് പോയി ഡോർ തുറന്നു. നീ ആ പ്രമാണം ഇങ്ങെടുത്തേ. വാതിൽ തുറന്നതേ മോഹനൻ അകത്തേക്ക് കയറാൻ തുടങ്ങിയതേ വാവ വാതിലിൽ മറഞ്ഞു നിന്നു. ഏത് പ്രമാണം? വാവയുടെ ഒന്നും അറിയാത്ത പോലുള്ള ഭാവം കണ്ട് അവളെ പിടിച്ച് പുറത്തേക്ക് തള്ളി അയാൾ അകത്തേക്ക് കയറി. അയ്യോ മോളെ, ചേച്ചി. നിലത്തേക്ക് മറിഞ്ഞു വീണ വാവയുടെ അരികിലേക്ക് വൈകയും വേദു ഓടിച്ചെന്നു. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അലമാരയുടെ നേരെ നടന്ന മോഹനന് മുന്നിലേക്ക് വൈകിയുടെ കൈ തട്ടിമാറ്റി ഭാവ ചെന്നു. സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ മോഹനന് വല്ലാത്ത ദേഷ്യം തോന്നി. അലമാര വലിച്ചു തുറന്നയാൾ. എൻ്റെ അമ്മയുടെ പേരിലുള്ള വീട് സ്ഥലവുമാണിത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊയ്ക്കോണം മൂന്നും. ഡീ വേണ്ട. തനിക്ക് നേരെ ദേഷ്യത്തോടെ മുരണ്ടുകൊണ്ടുവരുന്ന മോഹനനെ ഭാവ കൈ ഉയർത്തി തടഞ്ഞു. ഇത്രയും കാലം അമ്മാവൻ ആ അമ്മായി എന്ന ബന്ധത്തിൽ ഇവിടെ കഴിഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ ഔദാര്യത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞതെന്ന് സമ്മതിക്കില്ല ഞാൻ. ഇറങ്ങിയില്ലേ ഇറക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. നീ ആരെയാ പേടിപ്പിക്കുന്നത്? ഇപ്പോൾ ഈ റൂം വിട്ടിറങ്ങി പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കും ഞാൻ. നാളെ നിങ്ങളുടേതായി ഈ വീട്ടിലൊന്നും ഉണ്ടാകാൻ പാടില്ല. ഭാവേ, മടുത്തിട്ടാ ചേച്ചി. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ പരിധിയുണ്ട്. എത്രയെന്ന് വെച്ചാ ഇങ്ങനെ? സഹായിച്ചില്ലേലും ഉപദ്രവിക്കാതെ എങ്കിലും ഇരുന്നൂടെ ഇവർക്കൊക്കെ? പെങ്ങളുടെ മക്കളെ പൊന്നുപോലെ നോക്കുന്ന മോഹന്റെയും ഭാര്യയുടെയും തനി സ്വഭാവം നാട്ടുകാരും കൂടെ അറിയട്ടെ. മോഹനൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. എന്തിനാ വാവ അങ്ങനെയൊക്കെ പറഞ്ഞത്? സഖി കെട്ടിട്ട് പറഞ്ഞതാ ചേച്ചി. എന്തൊക്കെ പറഞ്ഞാലും ഒരു നാണം ഇല്ലാത്തോണ്ട് ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുകയുള്ളൂ. എന്താ അമ്മച്ചി? അമ്മച്ചി രാവിലെ കെട്ടിപ്പെറുക്കി എങ്ങോട്ടാ? ഇടയ്ക്കിടെ അമ്മച്ചി കണ്ണു ഒപ്പുന്നുണ്ട്. വല്യമ്മച്ചിക്ക് സുഖമില്ലാതെ ആശുപത്രിയിലാണെന്ന് കുടുംബത്തൂന്ന് വിളിച്ചു.
ബാഗിലേക്ക് തുണിയെല്ലാം അടുക്കി വെച്ച് അന്നമ്മച്ചി ബാഗ് എടുത്തു. അപ്പനും ഏഞ്ചലും കൂടെ റെഡിയായി വന്നപ്പോൾ മൂവരും ഇറങ്ങി. ആരാ വിളിച്ചെന്ന് അറിയുകയില്ല, ജോയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കാറിനരികിലേക്ക് നടക്കുന്ന കൂടെ അമ്മച്ചി പറഞ്ഞു. അത് നന്നായി, എബി ആത്മകഥം പറഞ്ഞു. എന്റെ കർത്താവേ, എബിയെ, നീ അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. പിന്നല്ല, ഇച്ഛായനെ. ഒന്ന് പോവമ്മച്ചി. എബി ഡോറടച്ചു. കാർ ഗേറ്റ് കടന്നതേ ഗേറ്റ് അടച്ചു തിരിഞ്ഞപ്പോൾ കണ്ടു ബാൽക്കണിയിൽ നിൽക്കുന്ന ഇച്ഛായനെ. റെയിലിങ്ങിലേക്ക് കൈ ഊന്നി നിന്ന് പുകച്ചു തള്ളുന്നുണ്ട്. മനസ്സിലായി കാണുമോ? ഏയ്, ഇന്ന് ഇച്ഛായൻ ലീവാണ്. ഓടി അവൻ അകത്തേക്ക് കയറി. ജോയിച്ചായൻ എങ്ങാനും ഫോൺ എടുത്താൽ തീർന്നു. അവർ തിരികെ എത്തുന്നതിന് മുന്നേ വേദുവിനെ കൂട്ടി വരണം. ഫോണെടുത്ത് വാവയെ വിളിച്ച് റെഡിയാകാൻ പറഞ്ഞു. എബി ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. വേഗം കുളിച്ചിറങ്ങി റെഡിയായി വേഗം കാറും എടുത്തു പോകുമ്പോൾ ഇച്ഛായൻ താഴെ കൺസൾട്ടിംഗ് റൂം തുറക്കുന്നുണ്ടായിരുന്നു. വീട് വരെ പോകേണ്ട വന്നില്ല. മൂവരും ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നിരുന്നു. എബി കാർ തിരിച്ചു നിർത്തിയപ്പോൾ ബാക്ക് ഡോർ തുറന്ന് വാവയും പിന്നാലെ വൈകയും വേദുവും കയറി. തല കുനിച്ചിരിക്കുന്ന വേദുവിനെ റിയർവ്യൂ മിററിലൂടെ എബിയൊന്ന് നോക്കി. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. അവളുടെ ഭയന്നുള്ള ഇരിപ്പ് കണ്ടപ്പോൾ പാവം തോന്നി. എബിയോ വാവയോ യാതൊന്നും സംസാരിച്ചുമില്ല. 10 മിനിറ്റ് ദൂരം കാർ മുന്നോട്ട് നീങ്ങി. ഒരു വലിയ ഗേറ്റ് കടന്ന് അകത്തേക്ക് കാർ കയറി. വാ, ഇറങ്ങ. കാർ നിർത്തി പിന്നിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കി എബി പറഞ്ഞു. വാവ ആദ്യം ഇറങ്ങി, പിന്നാലെ വൈകയും വേദുവും. വേദു വൈകിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു. ഭയം കൊണ്ടവളുടെ കൈവെള്ളയിൽ വിയർപ്പ് പൊടിഞ്ഞു. ഇന്റർലോക്ക് ചെയ്ത മുറ്റത്തിന് നടുവിൽ കൊട്ടാരം പോലെ വലിയൊരു വീട്. ഇവിടെയാ, ഇങ്ങോട്ട് വാ. അലക്സിന്റെ കൺസൾട്ടിംഗ് റൂമിന് നേരെ നടക്കുമ്പോൾ മൂവരുടെ ഹൃദയതാളം ഉയർന്നു. എബിക്ക് പിന്നാലെ ആദ്യ അകത്തേക്ക് കയറിയത് വാവയാണ്. അലക്സിനെ കണ്ട വാവയുടെ കണ്ണുകൾ അവിശ്വസനീയതയോടെ അല്പം മിഴിഞ്ഞു. ഫോണിൽ നിന്നും മുഖമുയർത്തി അലക്സിന്റെ ഭാവവും അതായിരുന്നു. അലക്സ് തിടുക്കപ്പെട്ട് വാവയ്ക്ക് പിന്നിലേക്ക് കണ്ണുകൾ ചലിപ്പിച്ചു. പകപ്പോടെ തന്നെ നോക്കി അകത്തേക്ക് കയറാതെ നിൽക്കുന്നവളെ കണ്ടപ്പോൾ ആഗ്രഹിച്ച കളിപ്പാട്ടം മുന്നിൽ കിട്ടിയ കൊച്ചുകുട്ടിയുടെ കൗതുകവും ആനന്ദവും ആയിരുന്നു അവനിൽ. ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ മറക്കല്ലേ.